ജയഹിന്ദ്. ഞാൻ കേണൽ പത്മനാഭൻ. വിമുക്ത ഭടന്മാർ, എയർഫോഴ്സ്, ആർമി, നേവി, ഗ്രഫ്, ആസാം റൈഫിൾസ് എന്നിവർ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും മരണപ്പെടുമ്പോൾ അവരുടെ അന്ത്യശുശ്രൂഷ അല്ലെങ്കിൽ സംസ്കാരം നടത്തുന്നതിന് വേണ്ടി സൈന്യങ്ങൾ ചെറിയൊരു തുക അവരുടെ കുടുംബത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അതിന് അഷ്വേർഡ് ഡീസൻറ്റ് ലാസ്റ്റ് റൈറ്റ്സ് സ്കീം അല്ലെങ്കിൽ ADLRS എന്ന ചുരുക്കത്തിൽ പറയാറുണ്ട്. ആർമിയുടെ കാര്യത്തിൽ അത് 10,000 രൂപയും ഡിമൈസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ഒരു 7,000 രൂപയും ആണ് നൽകപ്പെടുന്നത്. എയർഫോഴ്സിനും നേവിക്കും വേറെ സ്കീമുണ്ട്. അവർ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റൊക്കെ അവരുടെ ഹെഡ് ക്വാർട്ടറിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അവിടെ നിന്ന് നേരിട്ട് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റായിട്ടോ ആണ് അയച്ചു കൊടുക്കാറ്. എന്നാൽ എയർഫോഴ്സും നേവിയും കുറച്ച് സംഖ്യ മാത്രമേ ഉള്ളൂ. ആർമി കുറേ ആൾക്കാരുള്ളതുകൊണ്ടും പടർന്നു കിടക്കുന്നതുകൊണ്ടും ആർമി അടുത്തുള്ള നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ CSD ക്യാൻറ്റീനിൽ നിന്ന് പേയ്മെൻറ്റ് കൊടുക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇന്നത്തെ നിലയ്ക്ക്. അത് സ്റ്റേഷൻ ഹെഡ് ക്വാർട്ടർ കൂടെയൊക്കെയാണ് അവർ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിലും ഇത് ശരിക്ക് മരണം സംഭവിച്ച ഉടനെ കിട്ടി ആ പൈസ കൊണ്ട് അന്ത്യശുശ്രൂഷ അന്ത്യസംസ്കാരം നടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് നടക്കില്ല. കാരണം മരണത്തിൻ്റെ പ്രൂഫ് വേണം. കാരണം പല സ്ഥലങ്ങളിലും ഇത് മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. 2-3 സ്ഥലങ്ങളിൽ നിന്നും വാങ്ങുന്നവരൊക്കെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിൽ അങ്ങനെ വലിയ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ നടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വിമുക്തഭടന് മാത്രമേ ഉള്ളൂ കേട്ടോ. കുടുംബത്തിന് നാളെ പിന്നീട് വിമുക്തഭടൻ്റെ ശേഷം ഭാര്യ അല്ലെങ്കിൽ മക്കളൊക്കെ മരിക്കുമ്പോൾ അതിന് ഗ്രാൻഡ് കിട്ടില്ല. ഇത് ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ഇന്ന് നമുക്ക് ഗ്രോസറി ആയാലും ലിക്കർ ആയാലും ഏത് ക്യാൻറ്റീൻ ഇന്ന് വേണമെങ്കിൽ വാങ്ങാം. അങ്ങനത്തെ ഒരു റൂളാണുള്ളത് 2018 മുതൽ നമ്മുടെ ഡൽഹി ആർമി ഹെഡ് ക്വാർട്ടർ എന്നുള്ള പോളിസി പ്രകാരം. അത് എന്തിനാ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ? ഇപ്പം ഞാനിപ്പോൾ എറണാകുളം ക്യാൻറ്റീനിലാണ് ഡിപ്പെൻഡൻറ്റ്. മകൻ്റെ കൂട്ടത്തിൽ ബാംഗ്ലൂർ താമസിക്കുന്ന സമയത്താണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് കിട്ടിക്കൂടെ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്ന് നിങ്ങൾ വാങ്ങിച്ചെന്നിരിക്കട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എറണാകുളത്തേക്ക് വരുമ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനിൽ അപ്ലൈ ചെയ്താൽ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇത് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. അപ്പോൾ മൾട്ടിപ്പിൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡബിൾ പേയ്മെൻറ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അതുകൊണ്ടാണ് ഈ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ അതിന് 1 വർഷത്തെ സമയപരിധി ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള പൈസ എടുത്ത് ഈ 17,000 രൂപ ചെയ്തു കഴിഞ്ഞാലും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഇനിയിപ്പോൾ വൈഫാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ വിമുക്തഭടൻ പിന്നീടാണ് മരിക്കുന്നതെങ്കിൽ മക്കൾ അവരുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റോ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രൂഫും കൂടെ കൊടുത്ത് എല്ലാം ഒന്ന് അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് കിട്ടുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ പൈസ നിങ്ങൾക്ക് സാധാരണ നിലയ്ക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റുമായിട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയുടെ ഉള്ളിൽ വൈഫിൻ്റെ അല്ലെങ്കിൽ മക്കളുടെ അക്കൗണ്ടിലേക്ക് ഈ 17,000 രൂപ നേരിട്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഈ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ ഏതാണെന്ന് പലർക്കും അറിയില്ല. പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള സ്ഥലങ്ങൾ അവിടെ മിക്കവരും ഇവിടുത്തെ നേവി ക്യാൻറ്റീനിലാണ് ഡിപ്പെൻഡൻറ്റ്. നേവി ക്യാൻറ്റീനിൽ ഈ ADLRS പേയ്മെൻറ്റ് ക്യാൻറ്റീനിലൂടെ കൊടുക്കാനുള്ള ഒരു പ്രൊഫഷനല്ല. ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ മാറ്റണം. ഈ മാറ്റാനായിട്ട് നമ്മൾ നേവി ക്യാൻറ്റീനിൽ ചെന്ന് ഒരു NOC നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നിട്ട് അവരുടെ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് പുതിയ ക്യാൻറ്റീനിൽ അംഗമായിട്ട് ചേരാൻ പറ്റുള്ളൂ. അത് നേവിക്കാർ അവരുടെ എന്തോ ഇൻറ്റേർണൽ റൂളൊക്കെ കൊണ്ട് അവരാർക്കും കൊടുക്കാറില്ല. അപ്പോൾ എന്തു പറ്റുമെന്ന് പറഞ്ഞാൽ ഇവർ അടുത്തുള്ള ആർമി ക്യാൻറ്റീനിൽ ചെന്ന് നേവി ക്യാൻറ്റീനിൽ ചെന്ന് അപേക്ഷിക്കും. അവർ പറയും അതിനുള്ള പ്രൊഫഷനിലെന്ന്. ആർമി ക്യാൻറ്റീനിൽ പറയുമ്പോൾ അവർ കാർഡിട്ട് നോക്കിയിട്ട് പറയും നിങ്ങൾ നേവി ക്യാൻറ്റീനിലാണ് ഡിപ്പെൻഡൻറ്റ്, ഞങ്ങൾക്ക് തരാൻ കുഴപ്പമില്ല. അപ്പോൾ പലർക്കും പ്രത്യേകിച്ച് കൊച്ചി പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഏത് ക്യാൻറ്റീനിലാണോ കാർഡ് എടുത്തത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ നിന്ന് അല്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് ഈ 17,000 രൂപ നഷ്ടപ്പെടാറുണ്ട്.
അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ വിമുക്ത ഭടൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അടുത്തുള്ള ക്യാൻറ്റീനിൽ ചെന്ന് കാർഡ് അവരുടെ മാനേജറോട് കൊടുത്ത് ചെക്ക് ചെയ്യണം നമ്മൾ ഏത് ക്യാൻറ്റീനിലാണ് ഡിപ്പെൻഡൻ്റ് എന്നുള്ളത്. അത് അവരുടെ ഒരു ക്യാൻറ്റീൻ്റെ കോഡുണ്ട്, അത് വെച്ച് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുവരെ ഈ NOC എടുക്കലും അത് NOC നേവിക്കാരും എയർഫോഴ്സുകാരൊന്നും കൊടുക്കാറില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഇവിടെ ഒന്ന് കൊടുക്കുക. പിന്നെ പലരും അഡ്വൈസ് ചെയ്യാറുള്ളത് ഈ പരിപാടിക്കൊന്നും പോകണ്ട, നിങ്ങളുടെ അടുത്തുള്ള ആർമി ക്യാൻറ്റീനിൽ ചെന്ന് ഒരു 175, 350 രൂപ കൊടുത്ത് പുതിയ കാർഡ് ഇഷ്യൂ ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ. അപ്പോൾ ഈ പുതിയ കാർഡ് എടുക്കുമ്പോൾ അവിടെ ഡിപ്പെൻഡൻ്റായി മാറുമല്ലോ. അപ്പോൾ ആ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. പക്ഷെ അതിനൊന്നും ആവശ്യമില്ല, ഈ 350 രൂപയുടെ ചെലവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് ഈ ക്യാൻറ്റീൻ സോഫ്റ്റ്വെയറിൽ. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ സിസ്റ്റം പ്രകാരം നമ്മളൊരു പ്ലെയിൻ പേപ്പറിൽ അപേക്ഷിക്കുക. അതായത് എക്സ് സർവീസ്മെൻ, എൻ്റെ ഇപ്പോൾ ഡിപ്പെൻഡൻസി ഇന്ന ക്യാൻറ്റീനിലാണ്, അപ്പോൾ അത് എനിക്ക് നിങ്ങളുടെ ക്യാൻറ്റീനിലേക്കായി മാറ്റിത്തരണം എന്ന് പറഞ്ഞൊരു പ്ലെയിൻ പേപ്പർ ആപ്ലിക്കേഷൻ. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ ലിക്കർ കാർഡ് കൊണ്ടുപോകണം. ലിക്കർ കാർഡ് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ലിക്കർ കാർഡ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അവർ അത് അക്സെപ്റ്റ് ചെയ്ത് സാധാരണ സ്റ്റേഷൻ ക്വാർട്ടറിൽ നിന്ന് പെർമിഷനൊക്കെ വാങ്ങണം. ചിലപ്പോൾ അന്ന് തന്നെ നടന്നു എന്ന് വരില്ല. നിങ്ങൾക്കൊരു ഡേറ്റ്, ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നിങ്ങൾ ലിക്കർ കാർഡും കൊണ്ടുപോയാൽ അവരിത് അക്സെപ്റ്റ് ചെയ്ത് ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഈയിടെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ ഈ തലവേദനയും മാറി. ആ മാറിയതോടുകൂടി ഇപ്പോൾ കാര്യങ്ങൾ വളരെ വളരെ എളുപ്പത്തിൽ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതാണ് ചെയ്യേണ്ടത്. റിമൂവ് ഡിപ്പെൻഡൻസി NOCയുടെ ഒന്നും വേണ്ട. നിങ്ങൾ അടുത്തുള്ള ക്യാൻറ്റീനിൽ ചെന്ന് ആദ്യം ചെക്ക് ചെയ്യുക നിങ്ങൾ എവിടെയാണ് ഡിപ്പെൻഡൻറ്റ് എന്നുള്ളത്. എന്നിട്ട് ഡിപ്പെൻഡൻസി മാറ്റി വെക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ വൈഫിനോ മക്കൾക്കോ അവിടെ ചെന്ന് അപേക്ഷിച്ചാൽ ആ 17,000 രൂപ, ഇത് കാലക്രമേണ മാറും. 17,000 എന്നുള്ളത് പിന്നെയും കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുതിയ കാർഡ് അപേക്ഷിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് നിങ്ങളറിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക എന്ന് മാത്രമല്ല, ഫാമിലിക്ക്, അവരാണല്ലോ ഇത് ക്ലെയിം ചെയ്യേണ്ടത്. ഫാമിലി എന്ന് പറയുമ്പോൾ വൈഫ്, മക്കൾ, അവരിത് അറിഞ്ഞിരിക്കണം. ഇത് കഴിഞ്ഞ ഉടനെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിയതും, ഡെത്ത് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ PPOൻ്റെ കോപ്പിയും അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ എക്സ് സർവീസ്മെൻ്റെ ക്യാൻറ്റീൻ കാർഡും കൊണ്ട് നിങ്ങൾ അടുത്തുള്ള ക്യാൻറ്റീനിൽ, നിങ്ങളുടെ ഡിപ്പെൻഡൻറ്റ് ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ അതവർ പ്രോസസ്സ് ചെയ്യാൻ സമയമെടുക്കും കേട്ടോ. അതായത് കയ്യോടെ അവർ പൈസ തരില്ല, ഒരു 7 ദിവസം വരെ സമയമെടുക്കും. ആ 7 ദിവസം കൊണ്ട് അവർ ക്ലിയർ ചെയ്ത് നിങ്ങളുടെ ബാങ്കിലേക്ക്, പിന്നെ ആ പൈസ വാങ്ങാൻ വീണ്ടും പോകേണ്ട കാര്യമില്ല, ബാങ്കിലേക്ക് അവർ NEFT RTGS ആയിട്ട് ചേരുന്നതായിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ എൻ്റെ നമ്പറുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്യാൻറ്റീനിൽ ചെന്ന് ഇത് അന്വേഷിക്കുക. ഈ ഒരു വിവരം നൽകാനായിട്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്യുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാം, മറക്കണ്ട. എന്ന് മാത്രമല്ല, അടുത്തുള്ള ക്യാൻറ്റീനിൽ ചെന്ന് അന്വേഷിക്കാം. നിങ്ങളുടെ ജില്ലാ സൈനിക് വെൽഫെയർ ബോർഡ് ഓഫീസർമാർക്കും ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് ചെന്ന് ചോദിക്കാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ആർമി സ്റ്റേഷൻ ഹെഡ്ക്വാർട്ടറിൽ ചെന്ന് അന്വേഷിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഈ 17,000 രൂപ കിട്ടിയേ പറ്റൂ. അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, നിങ്ങളുടെ കുടുംബത്തിന് അർഹതപ്പെട്ടതാണ്. ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ട് നിർത്താം. എന്തോരം നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ നമ്മുടെ ശവസംസ്കാര ശുശ്രൂഷ വരെ ഭംഗിയായിട്ട് നടക്കാൻ രാജ്യം നമ്മളെ എന്തോരം കരുതുന്നു എന്നുള്ളൊരു തോന്നൽ, ആ സന്തോഷം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ്.